ഹലോ അസ്സലാമു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഇളനീർ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മളൊരു 1/2 കപ്പ് ഇളനീർ വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്ത് വെക്കണം. നമ്മൾ സാധാരണ പാർട്ടിയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് 2 അടുപ്പിലായിട്ട് വേണം ചെയ്യാനോ. ഒരടുപ്പിൽ ഇത് മെൽറ്റ് ചെയ്യുക, ഒരടുപ്പിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ഇത് അങ്ങോട്ട് വേറെ അടുപ്പിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത അടുപ്പിലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് 2 കപ്പ് ഇളനീർ വെള്ളം ഒന്ന് അളന്നെടുക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് അളന്നെടുക്കണം, എന്നാലേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 2 കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുക. അതേസമയം വേറൊരു അടുപ്പിൽ നമ്മൾ ചൈന ഗ്രാസും തീയൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടിനും ചൂടുണ്ടാവണം നമ്മളിത് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് 2 അടുപ്പിൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അപ്പത്തെ അടുപ്പിൽ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ചൈന ഗ്രാസ് ഇളനീർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും ആ സമയത്ത് ചൂടുണ്ടാവണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടാവരുത് കേട്ടോ ഇളനീരിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് മെൽറ്റ് ആയിക്കോളും. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. കുറച്ച് തരികൾ അവിടെ എവിടെയും കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ പീസുകളുണ്ടല്ലോ, കാമ്പ്, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗി ഉണ്ടാവും, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്ത് കൂടെ നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് തന്നെ ഒഴിക്കുക, കാരണം ചൈന ഗ്രാസിൻ്റെ അതുപോലെ തന്നെ ഇളനീരിൻ്റെയൊക്കെ പീസുകളുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇരുന്ന് അങ്ങ് തണുത്തിട്ട് ഉറച്ച് പോവും. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഈ ചൈന ഗ്രാസിൻ്റെയൊക്കെ ഇത് മെൽട്ടാവാത്തത് അരിപ്പയിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനങ്ങ് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു കാമ്പൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് നല്ലോണം ചൂടാറുന്ന സമയത്ത് ഇതുപോലെ സെറ്റായിട്ടുണ്ടാവും. ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളൊരു 2-3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞാൻ 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. സാധാരണ നമ്മൾ എല്ലാ പാർട്ടിയിലും കാണുന്നൊരു പുഡിംഗ് കൂടിയാണ്. പക്ഷേ ഇത്രയും സിമ്പിളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്